നമ്മൾ ഫോക്കസ് 3യിലേക്ക് പോകുന്നു. ട്രംപിനെതിരെ ആഞ്ഞടിച്ച് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ രംഗത്തെത്തുന്നതാണ് കണ്ടിരിക്കുന്നത്. നമുക്കറിയാം, പുടിന്റെ അമേരിക്ക സന്ദർശനം, അലാസ്കയിൽ നടന്ന ചർച്ച ഒക്കെ പുടിനും ട്രംപും തമ്മിലുള്ള വളരെ ഊഷ്മളമായ സൗഹൃദത്തിന്റെ ദൃശ്യങ്ങളാണ് ലോകത്തിന് തന്നത്. അവിടെ പ്രത്യേകിച്ച് തീരുമാനങ്ങളൊന്നും ഉണ്ടായില്ല. പക്ഷേ ഇരുവരും വളരെ ഊഷ്മളമായ ബന്ധം നിലനിർത്തുന്നതിന്റെ ദൃശ്യങ്ങൾ ലോകത്തിന് ലഭിച്ചിരുന്നു. പക്ഷേ അവിടെ നിന്ന് ട്രംപ് ഒരുപാട് പിന്നോട്ട് പോയി. ട്രംപ് പുടിനെ പരിഹസിക്കുന്ന സാഹചര്യമുണ്ടായി. കടലാസ് പുലി എന്ന് വിളിച്ച് പുടിനെ പരിഹസിക്കുന്ന സാഹചര്യമുണ്ടായി. ഇപ്പോൾ എല്ലാത്തിനും ചേർത്ത് ട്രംപിന് മറുപടി നൽകിയിരിക്കുകയാണ് പുടിൻ. അത് എല്ലാ വിഷയങ്ങളിലും എടുത്തെടുത്ത് പറഞ്ഞുള്ള മറുപടികളുണ്ട്. ഞങ്ങൾ കടലാസ് പുലിയാണെങ്കിൽ നിങ്ങൾ ആര് എന്ന് ചോദിച്ചാണ് പുടിൻ പരിഹസിക്കുന്നത്. അമേരിക്കയ്ക്ക് ഇരട്ടത്താപ്പാണ് എല്ലാ വിഷയത്തിലും എന്ന് പറയുന്നു. തീരുവ യുദ്ധം അമേരിക്കയ്ക്ക് തന്നെ ബൂമറാങ് ആകും എന്നതാണ് പുടിൻ ചൂണ്ടിക്കാട്ടുന്നത്. ഇതിൽ വിശദമായി ആ കാര്യങ്ങൾ പരിശോധിച്ചാൽ എന്താണിപ്പോൾ പുടിനെ എങ്ങനെ ചൊടിപ്പിച്ചത് എന്നത് വെച്ചാൽ ട്രംപിന്റെ പരിഹാസം തന്നെയാണ്. കൂടിക്കാഴ്ചകൾക്ക് ശേഷം ട്രംപ് ഈ യുക്രൈനിലെ യുദ്ധം അവസാനിപ്പിക്കാൻ പല നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചു. പക്ഷേ അതിലൊന്നും തന്നെ പുടിൻ വഴങ്ങാതിരുന്ന ഒരു സാഹചര്യമുണ്ടായി. ട്രംപ് വിചാരിച്ചതുപോലെ ഒരു പരിഹാരം റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ ഉണ്ടാകുന്നില്ല എന്ന സാഹചര്യം വന്നപ്പോൾ പിടിച്ചെടുത്ത സ്ഥലങ്ങൾ എല്ലാം വിട്ടു നൽകണമെന്ന് യുക്രൈനോട് പറഞ്ഞ ട്രംപ് തന്നെ വേണ്ട, നിങ്ങളൊന്നും സ്ഥലം കൊടുക്കേണ്ടി വരില്ല, നിങ്ങളുടെ സ്ഥലങ്ങൾ നിങ്ങൾക്ക് തന്നെ കാണും എന്ന് വാക്ക് മാറ്റുന്ന സാഹചര്യമുണ്ടായി. അതിനുശേഷം ഏറ്റവും വലിയ ആയുധങ്ങൾ യുക്രൈന് നൽകാൻ ട്രംപ് തയ്യാറെടുക്കുമ്പോഴാണ് അതിശക്തമായ വിമർശനവുമായി പുടിൻ രംഗത്ത് വരുന്നത്. യുദ്ധത്തിലൂടെ റഷ്യ പിടിച്ചടക്കിയ പ്രദേശങ്ങൾ ക്രീമിയ ഉൾപ്പെടെ വിട്ടു നൽകേണ്ടതില്ല എന്ന പ്രഖ്യാപനമാണ് ഏറ്റവും വലിയ ട്രംപിനെതിരായ നിലപാടെടുക്കാൻ പുടിനെ ഇപ്പോൾ പ്രേരിപ്പിച്ചിരിക്കുന്ന ഘടകമെന്ന് പറയാം. ഒപ്പം സൈനികമായുള്ള സഹായിക്കാനുള്ള നീക്കങ്ങൾ കൂടി പ്രകോപനമായി പുടിന് വരുന്നു. ആ സാഹചര്യത്തിലാണ് ട്രംപിനെതിരെ പുടിൻ പരിഹാസവും ഒപ്പം തന്നെ ശക്തമായ മുന്നറിയിപ്പുമായി രംഗത്ത് വരുന്നത്. റഷ്യയുടെ യുദ്ധം ലക്ഷ്യമില്ലാത്തതാണ്, ഒരു കടലാസ് പുലി മാത്രമാണ് തുടങ്ങിയ പ്രകോപനമാണ് റഷ്യക്കെതിരെ ട്രംപ് നേരത്തെ നടത്തിയത്. ഇതിനുള്ള മറുപടിയാണ് ഇപ്പോൾ പുടിൻ നൽകുന്നത്. യുക്രൈന് ഉഗ്രശേഷിയുള്ള തമഹോക്ക് മിസൈലുകൾ നൽകാനുള്ള നീക്കം ട്രംപിന്റെ ഭാഗത്തു നിന്നുമുണ്ടായി. ഇതും ഇപ്പോൾ പുടിനെ പ്രകോപിപ്പിച്ചിരിക്കുകയാണ്. റഷ്യ കടലാസ് പുലിയെങ്കിൽ നിങ്ങൾ ആരാ എന്ന് തിരിച്ചു ചോദിക്കുകയാണ് ഇപ്പോൾ പുടിൻ ചെയ്തിരിക്കുന്നത്. യുക്രൈന് ഉഗ്രശേഷിയുള്ള തമഹോക്ക് മിസൈലുകൾ നൽകാനുള്ള നീക്കം ഗുരുതര പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമെന്ന മുന്നറിയിപ്പ് ട്രംപിന് പുടിൻ നൽകുകയാണ്. നിങ്ങൾ ആയുധം കൊടുത്ത് സഹായിച്ചാൽ വലിയ തിരിച്ചടി ഉണ്ടാകുമെന്നതാണ് ട്രംപിനോട് പറയുന്നത്. ഇന്ത്യയും ചൈനയെയും തീരുവ കാട്ടി പേടിപ്പിക്കേണ്ട എന്നുകൂടി പുടിൻ പറയുകയാണ്. നമുക്കറിയാം, റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിന്റെ പേരിലാണ് ഇന്ത്യക്ക് ഏറ്റവും വലിയ തീരുവ അമേരിക്ക പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതിൽ റഷ്യ ഇന്ത്യക്കൊപ്പം എന്നത് പുടിൻ വ്യക്തമാക്കുകയാണ്. റഷ്യൻ എണ്ണയുടെ വിതരണം തടയാനും ഇന്ത്യക്ക് മേൽ അധിക തീരുവ ചുമത്താനുമുള്ള ട്രംപിന്റെ തീരുമാനം യുഎസിന് തന്നെ ബൂമറാങ് ആകും എന്നതാണ് പുടിൻ ചൂണ്ടിക്കാട്ടുന്നത്. മാത്രവുമല്ല, ഇതിലൊന്നും ഇന്ത്യ വീണു പോകില്ല, രാജ്യാന്തര സമൂഹത്തിന് മുന്നിൽ ഇന്ത്യ അപഹാസ്യരാകില്ല, ട്രംപിന്റെ വെല്ലുവിളിയിൽ വീഴില്ല ഇന്ത്യ എന്നതുകൂടി പറയുന്നു. മോദിയെ പ്രശംസിച്ചുകൊണ്ടാണ് പുടിന്റെ ഈ പരാമർശം എന്നത് നമ്മൾ കാണണം. കാരണം ഇന്ത്യ റഷ്യയിൽ നിന്ന് പെട്രോൾ വാങ്ങിയില്ല എങ്കിൽ വലിയ നഷ്ടം, 9 മുതൽ 10 ബില്യൺ ഡോളറിന്റെ നഷ്ടം ഇന്ത്യയെ സംബന്ധിച്ചുണ്ടാകും. തീരുവ ഏർപ്പെടുത്തിയാലും ഇന്ത്യക്ക് സമാനമായിട്ടുള്ള നഷ്ടം മാത്രമേ ഉണ്ടാകുള്ളൂ. അപ്പോൾ അത്തരം ഒരു നഷ്ടക്കച്ചവടത്തിന് തങ്ങളുടെ ഇമേജ് കളഞ്ഞ് ഇന്ത്യ തയ്യാറാകില്ല എന്നത് പുടിൻ പറയുകയാണ്. മാത്രവുമല്ല, അമേരിക്കയുടെ ഇരട്ടത്താപ്പിനെ ചോദ്യം ചെയ്യുന്നുമുണ്ട്. ഏറ്റവും കൂടുതൽ ആണവ നിലയങ്ങൾ ഉള്ളത് അമേരിക്കയ്ക്കാണ്. അവിടെ അവർക്കാണ് ഏറ്റവും കൂടുതൽ യുറേനിയത്തിന്റെ ആവശ്യം. റഷ്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ യുറേനിയം വാങ്ങുന്നത് അമേരിക്കയാണ്. എന്നിട്ടാണ് മറ്റ് രാഷ്ട്രങ്ങൾ, ഇന്ത്യ ഉൾപ്പെടെയുള്ള രാഷ്ട്രങ്ങളെ ഈ രീതിയിൽ ഭീഷണിപ്പെടുത്തുന്നത് എന്ന അമേരിക്കയുടെ, നമ്മൾ തന്നെ പലതവണ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള, ഇന്ത്യ ഔദ്യോഗികമായി തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള വിവരങ്ങളിലേക്ക് ട്രംപ് അമേരിക്കയുടെ ഇരട്ടത്താപ്പാണ് ഇത് എന്ന് കാണിച്ചുകൊണ്ട് ട്രംപിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് പുടിൻ ആ കാര്യങ്ങൾ സൂചിപ്പിക്കുന്നു. അങ്ങനെ വലിയ രീതിയിൽ ട്രംപിനെതിരെ പുടിൻ രംഗത്തെത്തുന്നതാണ് കണ്ടത്. റഷ്യൻ എണ്ണയുടെ പേരിൽ ഇന്ത്യക്കും ചൈനയ്ക്കുമെതിരെ നീങ്ങുന്നത് യുഎസിന്റെ ഇരട്ടത്താപ്പാണ് എന്ന് തുറന്നടിക്കുന്നു. അമേരിക്കയാണ് ഏറ്റവും കൂടുതൽ ഈ രീതിയിൽ ഇത് ഉപയോഗിക്കുന്നതെന്ന് പറയുന്നു. തമഹോക്ക് മിസൈലാണ് പ്രശ്നം ഇപ്പോൾ രൂക്ഷമാക്കിക്കൊണ്ടിരിക്കുന്നത്. ആ ആയുധങ്ങൾ നൽകി യുക്രൈനെ
സഹായിക്കുകയാണെങ്കിൽ പ്രത്യാഘാതം കനത്തതായിരിക്കും എന്ന ഒരു മുന്നറിയിപ്പ് കൂടി നൽകുകയാണ്. ഈ ടൊമഹോക്ക് മിസൈലുകൾ നൽകുന്ന കാര്യം അത് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് തന്നെ നേരത്തെ സൂചിപ്പിച്ചിരുന്നതാണ്. അത്തരം ചർച്ചകൾ യുക്രൈനുമായി നടക്കുന്നുണ്ട്. നേരത്തെ യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയെ അമേരിക്കയിൽ വെച്ച് വഴക്ക് പറഞ്ഞ് പരിഹാസ്യനാക്കി ഇറക്കിവിട്ട ട്രംപാണ് റഷ്യയുമായി ചേർന്ന് പ്രശ്നപരിഹാരത്തിനുള്ള ശ്രമങ്ങൾ തേടിയത്. അങ്ങനെ പുടിൻ വഴങ്ങുന്നില്ല എന്ന് വന്നപ്പോഴാണ് ട്രംപ് യു ടേൺ എടുക്കുകയും യുക്രൈനൊപ്പം നിൽക്കുകയും സ്ഥലങ്ങൾ വിട്ടുകൊടുക്കേണ്ടതില്ല എന്ന് പറയുകയും ചെയ്തത്. അതിന് പിന്നാലെ റഷ്യൻ പ്രസിഡന്റിനെ പ്രകോപിപ്പിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ കൂടി ട്രംപിന്റെ ഭാഗത്തു നിന്നുമുണ്ടായി. കൂടുതൽ സൈനികമായിട്ടുള്ള സഹായങ്ങൾ നൽകി യുക്രൈനെ യുദ്ധമുഖത്തേക്ക് ഇറക്കാൻ അമേരിക്ക തയ്യാറെടുക്കുമ്പോഴാണ് ശക്തമായ പ്രതികരണം പുടിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. പ്രത്യാഘാതം വലുതാകും എന്ന സന്ദേശമാണ് നൽകുന്നത്. അലാസ്കയിൽ പുടിൻ ചർച്ചകൾക്കെത്തുമ്പോൾ അമേരിക്കയുടെ വ്യോമ സംവിധാനങ്ങൾ വലിയ സ്വീകരണം നൽകുന്നു. പുടിന്റെ കാറിൽ ട്രംപ് സഞ്ചരിക്കുന്നതൊക്കെ കണ്ടു. ഒരു യുദ്ധം അത് അവസാനിക്കണമെന്നതാണ് ലോകം ആഗ്രഹിക്കുന്നത്. ട്രംപിന്റെ മേധാവിത്വത്തിലായാലും ആ യുദ്ധം അവസാനിക്കട്ടെ എന്ന് പ്രതീക്ഷിച്ചിരുന്നതാണ്. പക്ഷേ അത് റഷ്യ വഴങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ല. അതിനിടയിൽ സമവായം രൂപപ്പെട്ടില്ല. അതിനെ തുടർന്നാണ് ഇപ്പോൾ വൻ ആയുധങ്ങൾ നൽകി യുക്രൈനെ യുദ്ധമുഖത്തേക്ക് അമേരിക്ക തള്ളിവിടാൻ ഒരുങ്ങുന്നത്. അപ്പോൾ ട്രംപിന്റെ മാറിയുള്ള നിലപാടുകൾ മേഖലയെ കൂടുതൽ അശാന്തമാക്കും എന്ന സാഹചര്യങ്ങൾ ഉടലെടുത്തിരിക്കുകയാണ്. ശക്തമായ മുന്നറിയിപ്പാണ് പുടിന്റെ ഭാഗത്തു നിന്നും വരുന്നത്. എന്തായാലും യുദ്ധം കൂടുതൽ ശക്തമാകുന്ന ഇടങ്ങളിലേക്ക് പോകാൻ ആരും തന്നെ ആഗ്രഹിക്കുന്നില്ല. പ്രശ്നപരിഹാരം എന്നത് അനിവാര്യമാണ്. പക്ഷേ റഷ്യയെ ചൂണ്ടി അവിടെ നിന്ന് എണ്ണ വാങ്ങുന്നു എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാഷ്ട്രങ്ങൾക്ക് മേൽ തീവ്ര യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്ന അമേരിക്കയ്ക്ക് വലിയ വെല്ലുവിളിയാണ് ഇപ്പോൾ റഷ്യ ഉയർത്തുന്നത്. അമേരിക്കയുടെയും ട്രംപിന്റെയും ഇരട്ടത്താപ്പ് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ട്രംപ് രംഗത്തെത്തിയിരിക്കുന്നത്. Потому что, да, этот случай мне известен. Танкер захвачен в нейтральных водах, без всякого основания. И там, видимо, искали какие-то, может быть, военные грузы, беспилотники, еще что-то такое. Ничего там этого нет, ну и не было, и быть не может. И танкер действительно под флагом третьей страны, экипаж международный.